പെരുന്നാളിന് ആശംസ അർപ്പിക്കുക. പെരുന്നാളിന് ആശംസ അർപ്പിക്കുക അത് പ്രത്യേകം സുന്നത്താണ്. ചെറിയ പെരുന്നാൾ ദിവസം പരസ്പരം ആശംസ അർപ്പിക്കുക അത് പ്രത്യേകം സുന്നത്താണ്. ചെറിയ പെരുന്നാളിന് അതിന്റെ ടൈം പെരുന്നാൾ പിറവി മുതൽ, അതായത് പെരുന്നാൾ രാവ് മഗ്രിബ് മുതൽ പെരുന്നാൾ ദിവസം മഗ്രിബ് വരെയാണ് അതിന്റെ സമയം. ആശംസ അർപ്പിക്കേണ്ട സമയം പെരുന്നാള്, ഉദാഹരണം പറയുക, നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മഗ്രിബ് മുതൽ നാളെ മഗ്രിബ് വരെയാണ് ആശംസ അർപ്പിക്കേണ്ട സമയം. ഇനി ബലിപെരുന്നാളാണെങ്കിൽ അവിടെ അറഫാ ദിവസത്തെ സുബിഹി മുതൽ അയ്യാമത്തെ ശരീക്കിന്റെ അവസാന ദിവസം അഥവാ ദുൽഹിജ്ജ 13 മഗ്രിബ് വരെയാണ് ആശംസ അർപ്പിക്കേണ്ട സമയം. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു സമ്പ്രദായമുണ്ട്. റമദാൻ 27 കഴിഞ്ഞാൽ പിന്നീട് കൂട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്, അഡ്വാൻസ് ആയിട്ട് ആദ്യം തന്നെ ഈദ് മുബാറക് പറയുക. അത് പാടില്ല, അത് പാടില്ല. വിശുദ്ധമായ റമദാൻ കഴിഞ്ഞു, ശവ്വാൽ മാസപ്പിറവി ദർശിച്ചു, എന്നാൽ അവിടെ ആശംസ അർപ്പിക്കുക അത് പ്രത്യേകം സുന്നത്താണ്. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ആശംസ അർപ്പിക്കേണ്ടത്? തഖബ്ബലല്ലാഹു മിന്നാ വമിൻക, തഖബ്ബലല്ലാഹു മിന്നാ വമിൻക പോലത്തെ വാചകങ്ങളാണ് ഏറ്റവും യോജിച്ചത്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻക നല്ലൊരു ദുആയാണ്. തഖബ്ബലല്ലാഹു മിന്നാ, അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, വമിൻക നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ. പിന്നെ ആശംസ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാത്രല്ല, തിരിച്ചും ആശംസ അർപ്പിക്കൽ സുന്നത്താണ്. അങ്ങോട്ട് ആശംസ അർപ്പിക്കൽ സുന്നത്താണ്, അതോടുകൂടെ തിരിച്ച് ഇങ്ങോട്ടും ആശംസ അർപ്പിക്കലും ഹസ്തദാനം നടത്തൽ, അതായത് മുസാഫഹത്ത് ചെയ്യലും പ്രത്യേകം സുന്നത്താണ്. പിന്നെ മുസാഫഹത്തൊക്കെ ചെയ്തതിനു ശേഷം മുസാഫഹത്ത് ചെയ്യുക, ആ മുസാഫഹത്ത് ചെയ്തതിനു ശേഷം സ്വന്തം കൈ ചുംബിക്കുക അതും സുന്നത്താണ് എന്ന് ഫുഖഹാ രേഖപ്പെടുത്തുന്നു. എന്നാൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ മുസാഫഹത്തും ഒക്കെ ഹറാമാണ്. പിന്നെ അപ്പൊ പെരുന്നാൾ ദിവസം ആശംസ അർപ്പിക്കുക പ്രത്യേകം സുന്നത്തായ കാര്യമാണ്.